വിളയാട്ടത്തിനെതിരെ നജീം കുളങ്ങര നടത്തിവരുന്ന ഒറ്റയാൾ പോരാട്ട സമരത്തിന് ആലുവയിൽ പിന്തുണ. കൊല്ലം തേവലക്കര സ്വദേശിയായ നജീം തെരുവുനായയുടെ മുഖം മൂടി വെച്ച് മഞ്ചേശ്വരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് നവംബർ 1 ആരംഭിച്ച ഒറ്റയാൾ പോരാട്ട സമരം ആലുവ മാർക്കറ്റിൽ എത്തിച്ചേർന്നപ്പോൾ തെരുവുനായ വിമുക്ത കേരള സംഘം ചെയർമാൻ ജോസ് മാവേലി നജീമിനെ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. നിരവധി പേരാണ് തെരുവുനായ്ക്കളുടെ കടി കൊണ്ട് ഇന്നിപ്പോൾ ആശുപത്രികളിലെല്ലാം ചികിത്സ ചെയ്ത് നടക്കുന്നത്. നിരവധി പേർക്ക് ജീവിതം തന്നെ വഴിമുട്ടുകയാണ്. അതോടൊപ്പം തന്നെ താറാവ്, കോഴി എന്നിവ കൃഷി ചെയ്ത് ജീവിക്കുന്ന പാവപ്പെട്ട ആളുകൾക്ക് അതൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായി. തെരുവുനായ്ക്കൾ ഇങ്ങനെ പെറ്റുപെരുകി ഒരു സർവേ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 10 ലക്ഷം തെരുവുനായ്ക്കളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അപ്പോൾ അതിനെതിരെ ഒരു ഒറ്റയാൻ സമരമായിട്ട് നമ്മുടെ നജീം കളങ്ങര, അദ്ദേഹം കൊല്ലത്തുള്ളതാണ്. അദ്ദേഹം ഇതിപ്പോൾ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയാണ് പോകുന്നത് യാത്ര. ഓൾ കേരള യാത്രയാണ് നടക്കുന്നത്. അങ്ങനെ ഓൾ കേരള തെരുവുനായ വിമുക്ത കേരളം എന്ന ആ ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടി പട്ടിണി പാവങ്ങൾക്കും സാധാരണക്കാർക്കും വഴിയിലിറങ്ങാൻ നടക്കാൻ പറ്റുന്ന അവസ്ഥയിൽ അതിനെതിരെ ജനശബ്ദം ഉയർത്തിക്കൊണ്ട് ഇവിടെ ഭരണകർത്താക്കളുടെയും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെയും അവരെ ശ്രദ്ധ ചെലുത്തുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ സുപ്രീം കോടതി അടക്കമുള്ള എല്ലാ ഭരണാധികാരികളുടെയും ശ്രദ്ധ ചെലുത്തുന്നതിന് വേണ്ടിയാണ് നജീമിന്റെ ഒറ്റയാൻ പോരാട്ടം. തെരുവുനായയുടെ ആക്രമണം മൂലം സമൂഹത്തിലെ സാധാരണക്കാർക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായി മഴയും വെയിലും താണ്ടി ഒറ്റയാൾ പോരാട്ടവുമായി തുനിഞ്ഞിറങ്ങിയ നജീം കേരളത്തിന് മാതൃകയാണെന്ന് ജോസ് മാവേലി പറഞ്ഞു. നമ്മളെല്ലാവരും ഇങ്ങനെ എല്ലാവർക്കും ഉണ്ട് മനസ്സിലാഗ്രഹം, എല്ലാവർക്കും മനസ്സിലെന്നുള്ള ആഗ്രഹം തെരുവുനായ്ക്കളെ ഇവിടുന്ന് മാറ്റുന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോൾ ഭരണാധികാരികളും അല്ല ഏതാനും ചില ആളുകൾ അതിനെതിരെ, അതായത് തെരുവുനായ വിഷ മരുന്ന് കമ്പനികളുണ്ട്. ആ കമ്പനികൾക്ക് ഒത്താശ പിടിക്കുന്നതിന് വേണ്ടി കുറെ നായ സ്നേഹികൾ, കപട നായ സ്നേഹികൾ പറഞ്ഞ കുറെ ആളുകള് കുറെ വിധി ഉണ്ടാക്കിയിരിക്കുകയാണ്. 2002 വരെ തെരുവുനായ്ക്കളെ എല്ലാ പഞ്ചായത്തിലും കൊന്നിരുന്നതാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്റെ പേരിൽ ഇപ്പൊ 20 കേസുണ്ട് തെരുവുനായ്ക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ. ഞാൻ പറയുന്നു, ഇത് എല്ലാവരും ഒറ്റ സ്വരത്തിൽ മുന്നോട്ട് വരണം. ഇവിടെ ജനങ്ങളെല്ലാവരും ഒറ്റ സ്വരത്തിൽ മുന്നോട്ട് വരണം. ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റണില്ല. ഒരു തെരുവുനായെ കടിച്ചു കഴിഞ്ഞാൽ അവന് ജീവിതം പോയോ? അത് പേ പിടിച്ച് മരിക്കണ്ടേ? ഇതാണ് നമുക്ക് വേണ്ടത്. എന്തിനാ നമ്മളിങ്ങനെ പട്ടിയുടെ കടി കൊണ്ട് മരിക്കണം? അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ ജനങ്ങളും ഒരുമിക്കണം. ഇവിടെ രാഷ്ട്രീയം വേണ്ട, മതം വേണ്ട, ഒന്നും വേണ്ട. ഈ കാര്യത്തില് സ്വന്തം ജീവിത പ്രാരാബ്ധങ്ങൾ മറന്ന് ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്ന നജീമിന് തെരുവുനായ വിമുക്ത കേരള സംഘത്തിന്റെ എല്ലാവിധ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. പാതയോരത്തോടു കൂടി തെരുവുനായ വിരുദ്ധ പോസ്റ്ററുകൾ പതിപ്പിച്ച മുദ്രാവാക്യ വാഹനവും മുച്ചക്ര വാഹനവും തള്ളി തെരുവുനായയുടെ വേഷം ധരിച്ചുകൊണ്ട് നജീം നടത്തുന്ന ഒറ്റയാൾ പോരാട്ടം ജനഹൃദയം കീഴടക്കി മുന്നേറുകയാണ്. ഞാനൊരു സോഷ്യൽ വർക്കറാണ്. എൻ്റെ വീട്ടിലാരും പട്ടി അടിച്ചിട്ടില്ല. മാനുഷികം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. കാരണം മനുഷ്യത്വം. എൻ്റെ കുഞ്ഞുങ്ങളെ പട്ടി അടിച്ചാലും ചേട്ടൻ്റെ മക്കളെ പട്ടി അടിച്ചാലും എനിക്ക് നോവും. അതാണ് ഈ ഇറങ്ങിത്തിരിക്കാനുള്ള കാരണം. കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പേ ഇതിനെതിരെ ഒന്നിറങ്ങിയതാണ്. ഇപ്പം 2ാം ഘട്ടമാണ് ഇറങ്ങിയത്. ഇനി ഇറങ്ങാൻ പോകുന്നത് ഇവത്തിങ്ങളെയൊക്കെ മൂടോടെ ഞാൻ മൂടും. ഇതിപ്പം പട്ടിയുടെ കോലം കെട്ടിക്കൊണ്ടാണ് പഞ്ചായത്തിലും അതോടൊക്കെ ബന്ധപ്പെട്ട അധികാരിയുടെ മുമ്പിൽ ചെല്ലുന്നത്. ഇവിടെ AC കാറൊന്നുമില്ല. ഇവിടെ ഉള്ളത് ബൈക്ക് യാത്രക്കാരും അവർക്ക് പുറത്തോട്ട് ഇറങ്ങണം. ബൈക്ക് എടുത്ത് വെച്ചിട്ട് ഇൻഷുറൻസ് ടാക്സൊക്കെ അടച്ചിട്ട് റോഡുകളെ കൂടെ ഓടാനാണ്. ഇപ്പം ഈ ചേട്ടൻ തന്നെ അങ്ങോട്ട് പോകുന്നു. ഒരു പട്ടി ഉറയെ ചാടി, അവൻ്റെ പട്ടയം ഇവിടെ തുടങ്ങി. ഇപ്പോഴും കിടപ്പുണ്ട് 4 വർഷമായിട്ട് ഒരാൾ ഒറ്റ കട്ടിലേൽ. എന്തെങ്കിലും സംഭവിക്കുമ്പം പൂങ്കണ്ണീര് മാറ്റി തരും. ഇന്നാണോ മാനമില്ലയോ? ഞാൻ പച്ചയ്ക്കും കൊടുക്കുക കുറെ റീത്തും. ഇവിടെ തെരുവുനായകളെ കൊണ്ട് പുറത്തി ഇറങ്ങാൻ വയ്യ. ഇവിടെ എങ്ങോട്ട് നോക്കിയാലും കൊല്ലണമെന്ന് ഞാൻ പറയുന്നില്ല. തെരുവുനായക്കളെ നിങ്ങൾ മാറ്റിയേ പറ്റൂ ഇവിടുന്ന്. ഇല്ലെങ്കിൽ ഇതിനപ്പുറം കാണിച്ചു കൂട്ടും. നിങ്ങൾ ഇരിക്കുന്ന കസേരയിൽ പട്ടിയെ കയറ്റിക്കും. അതാണ് ചെയ്യേണ്ട കാര്യം. പിന്നെ മൃഗസ്നേഹി എന്ന് പറഞ്ഞ കുറേ എണ്ണങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങളൊന്നും മനസ്സിലാക്കണം. നിങ്ങൾ വഴിയോരങ്ങളിൽ ആഹാരം കൊണ്ട് കൊടുക്കുന്നു. ഏറ്റവും കൂടുതൽ ആപത്ത് നിങ്ങളാണ് അതിനെ വരുത്തുന്നത്. നിങ്ങൾ ശരിക്കും ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എത്ര എണ്ണത്തിനെ വളർത്താൻ പറ്റും? ഞാൻ മൃഗസ്നേഹിയും മനുഷ്യസ്നേഹിയും കൂടാണ്. നിങ്ങൾക്കൊരു 10 എണ്ണത്തിന് വീതം നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ സാറേ? വളർത്തട്ടെ. പിന്നെ നിങ്ങൾ ചെയ്യുന്നത് ഈ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് അതിനെ കൊല്ലുന്നത്. ഇവിടെ പാലും ചോറും ഒക്കെ കൊടുക്കുന്നത്. നിങ്ങളങ്ങ് വീട്ടിൽ പോകുന്നു. ഇവിടെ കൂടെ എത്ര വണ്ടികൾ പോകുന്നു, എത്ര വണ്ടികൾ അതിനെ വണ്ടി കയറി ചാവുന്നു. അന്നേരം ആരാണ് കൊലപാതകൾ? നിങ്ങൾ തന്നെയാണ്.
അത് മനസ്സിലാക്കുക. ഇതിപ്പം മനുഷ്യന് വില കൊടുക്കുക, മനുഷ്യനും ഇതെല്ലാം സമമായിരിക്കണം. പൗരൻ ന്യൂസ് ബ്യൂറോ, ആലുവ. ആലുവ നാച്ചുറൽസ്, ആലുവയുടെ ജൈവകലം, തോട്ടയ്ക്കാട്ടുകര, ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ്സ്, ഓൾഡ് ദേശം റോഡ്. നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണ്ണമായി ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. ബ്ലാക്ക് റൈസ്, രക്തശാലി, നവര, ചെന്താടി, പാലക്കാടൻ കുത്തരിയും മില്ലറ്റ്സുകളായ റാഗി, വരക്, പനിവരക്, തിന, മണിച്ചോളം, അട്ടപ്പാടി റാഗി, കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. GI സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കര, വെച്ചൂർ പശുവിൻ നെയ്യ്, ബ്രൌൺ ഷുഗർ, ഓർഗാനിക് സർട്ടിഫൈഡ് എസൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ്. രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച ചെരുപ്പുകൾ, വെരിക്കോസ് വെയിൻ, സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ പാദരക്ഷകളും ഇവിടെ ലഭിക്കും. ക്ലാസ് 1 മുളക്, മഞ്ഞൾ, മല്ലിപ്പൊടി, മസാലപ്പൊടി, ചക്കിലാട്ടിയ വെളിച്ചെണ്ണ, ശുദ്ധമായ എള്ളെണ്ണ, നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേൻ, പാലക്കാടൻ കൊണ്ടാട്ടങ്ങൾ, അച്ചാറുകൾ, കുടംപുളി, വാളൻപുളി, തേയില, കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് ആലുവ നാച്ചുറൽസ്. കങ്കൻ വാട്ടർ യുവത്വം നിലനിർത്താൻ സഹായിക്കും. കരൾ, വൃക്ക, ഹൃദയം തുടങ്ങിയ എല്ലാ ശരീര അവയവങ്ങളുടെയും പ്രവർത്തനം സുഗമമാണ്. കങ്കൻ വാട്ടർ, എ ഹെൽത്തി ഡ്രിങ്കിംഗ് വാട്ടർ. കങ്കൻ വാട്ടർ അവൈലബിൾ ഇൻ ആലുവ നാച്ചുറൽസ്. ആലുവ നാച്ചുറൽസ്, ആലുവയുടെ ജൈവ കലവറ, ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ്സ്, ഓൾഡ് ദേശം റോഡ്, തോട്ടയ്ക്കാട്ടുകര, ആലുവ.